ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മളൊരു 650 ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലാൻസൊക്കെ നമ്മൾ ഇന്ന് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു 10-15ഓളം, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന പ്ലാന്റ്സ് ആണല്ലോ, അപ്പോൾ ഇഷ്ടം പോലെ ഒന്നും ഉണ്ടാവില്ല. നമ്മളിൽ ആവശ്യം ഒരു 15 പ്ലാന്റ്സ് നമുക്ക് ഇന്ന് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഒരു 5-6 പ്ലാന്റ്സ് നമ്മളൊരു വെനസ്ഡേ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നൊക്കെ ഒരു 10-15 പ്ലാന്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് പ്ലാന്റ്സിൻ്റെ ഹൈറ്റിലാണ്. നമ്മൾ ഹൈറ്റിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. വലിയ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മുടെ പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചു കേട്ടോ. കോംബോ ആണല്ലോ, 650 കോംബോ ഓഫറായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാന്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ വലിയ പ്ലാന്റ്സ് വരുമ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, നമുക്ക് പാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ചെറിയ പ്ലാന്റ്സൊക്കെ ആണെങ്കിലും നമുക്ക് പാക്ക് ചെയ്യാനോണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിക്കില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ന്യൂസ് പേപ്പറിലാണ് കേട്ടോ നമ്മൾ ആദ്യം പാക്ക് ചെയ്യുക. ജസ്റ്റ് പ്ലാന്റ്സ് എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ കുറച്ച് കൊക്കോ പീറ്റൊക്കെ ഇട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെടി വെച്ച് ഈ പ്ലാസ്റ്റിക് കവർ കെട്ടി അതിന് ശേഷം നമ്മൾ കടലാസിൽ ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കും കേട്ടോ. അതായത് കടലാസ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നമ്മളിങ്ങനെയാണ് പാക്ക് ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ കടലാസിൽ റാപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് കടലാസ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കും കേട്ടോ. അതിന് ശേഷമാണ് പാസ്പോർട്ട് പെട്ടിയിൽ നമ്മൾ കവർ ചെയ്യണത്. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ട് CC ചാർജ് കുറച്ചിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം പ്ലാന്റ്സിനും റേറ്റ്, പിന്നെ കൂടാതെ CC ചാർജും കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി റേറ്റ് കുറവിനാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് പ്ലാന്റ്സ് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 70 റുപ്പീസാണെന്ന്. പക്ഷേ നമ്മൾ ആ പ്ലാന്റ്സ് സെയിലിന് ചെന്നപ്പോഴാണ് 100 റുപ്പീസ് ആയിട്ടോ. അപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഹൈറ്റും വെയ്റ്റും നീളം വീതിയും ഒക്കെ അളന്നെടുത്തിട്ടാണ് അവർ നമ്മുടെ ഇത് കണക്കാക്കണത് കേട്ടോ, കൊറിയർ ചാർജ് കണക്കാക്കണത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ പേരൊക്കെ എഴുതി ആർക്കൊക്കെയാണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഹെവി ഓർഡർ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി അഡ്രസ്സൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാന്റ്സ് വെച്ച് പാസ്പോർട്ട് പെട്ടി ഒട്ടിച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേരങ്ങോട്ട് ഒട്ടിച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതിൽ വെച്ചിട്ട് നമ്മളൊരു വലിയ ബോക്സിൻ്റെ രൂപത്തിൽ ചെയ്തേക്കണ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. കാരണം 2 സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ചെടി നടാനോ അല്ലെങ്കിൽ പ്ലാന്റ് സെയിലിടാനോ ഒന്നും എല്ലാം നമുക്ക് ബുദ്ധിമുട്ട്. ഈ പാക്കിംഗ് ആണ് കേട്ടോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി. രാവിലെ നിൽക്കണ കാര്യമാണ്. എന്നിട്ടിപ്പോൾ ഒരു ഉച്ച ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ പ്ലാന്റ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞത് കേട്ടോ. വളരെ ബുദ്ധിമുട്ടേറിയ പണിയാണ് കേട്ടോ ഈ പാക്കിങ്. പിന്നെ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ചെയ്ത് അതിനിടയിൽ ഞാൻ ഓൾറെഡി റെമഡിയൽ മെൻറ്ററാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ക്ലാസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ക്ലാസ് കൊടുക്കണം. അപ്പോൾ ഉമ്മാനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്ത് ചെയ്തു, എന്നാലും നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ ഇന്ന് എന്തായാലും അയച്ചിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്, 10-ാം തീയതി തിങ്കളാഴ്ച. അപ്പോൾ ഇന്നാണ് നമ്മൾ കൊറിയർ അയക്കണത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് നമുക്കൊരു ബോക്സ് രൂപത്തിൽ. അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു, കൊറിയർ ചാർജ് എത്ര കൂടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങളെനിക്ക് നമ്മുടെ ലീഫൊന്നും വളഞ്ഞും ഒടിഞ്ഞൊന്നും പോകരുത്, പെർഫെക്റ്റ് പാക്കിംഗ് ആയിട്ട് ഞങ്ങൾക്ക് കിട്ടണം എന്ന് അവർ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് നമ്മളും ഇങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് പൊതിയാനൊന്നും നിന്നില്ല, ഒരു ബോക്സ് രൂപത്തിൽ തന്നെ ആക്കി അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കണ അഗ്ലോണിമയാണ് കേട്ടോ. വളരെ എന്തോ ഇത് കാണുമ്പോൾ വളരെ ഒരു സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ടാറ്റാ ബൈ. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരുപാട് പേര് ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. ഇത് ഞങ്ങൾ സെയിൽ ചെയ്യുന്നില്ല.